60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് ആണ്. അതെ, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ, കീലെസ് എൻട്രി, റിയർ എസിന്റെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനം അല്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. 50 രൂപ ഇറക്കാം, മൈലേജ് ഒരു 10-22 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഹൈബ്രിഡ് ഫുൾ ഓൺ കയറ്റി കൊടുക്കാൻ പറ്റും, ഫുൾ ഓൺ കൊടുക്കാൻ പറ്റൂല. മൈലേജ് ആണെങ്കിലും നല്ല മൈലേജ് കിട്ടുന്ന അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും ക്രൂസ് കൺട്രോളും സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എല്ലാം വരുന്ന ഒരു കിഡ്ലൻ ഐറ്റാണ്. അതും വൈറ്റ് ഫിനിഷിംഗില് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. 4,10,000 രൂപ കൊടുക്കാം. 4,10. അപ്പൊ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി 4,95,000 രൂപ. 4,95 പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ്. അത് മാക്സിമം ഒരു 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. 3,75 മാക്സിമം കുറച്ചിട്ടുള്ള ഓഫർ പ്രൈസ് ആണ്. അത് നമുക്ക് മാക്സിമം ട്രാക്കിന് 10 രൂപ വണ്ടി ഇറക്കും. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫെബ്രുവരിയുടെ നല്ല കളക്ഷനൊക്കെ വീണ്ടും ടിൻസ് ഡ്രൈവിൽ വന്നതാണ്. ഇത്തവണ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് SUV-കളാണ് കൂടുതൽ വന്നിട്ടുള്ളത്. സെൽട്ടോസ് ഉണ്ട്, ബ്രസ് ഉണ്ട്, i20കളിൽ തന്നെ പല ജനറേഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് വാഹനം ഉണ്ട്, ബ്രസ്, അതേപോലെ തന്നെ 7 സീറ്റർ, ഇനോവ, അങ്ങനെ അത്യാവശ്യം എല്ലാ സെഗ്മെന്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡ്ലൻ വാഹനമാണ്. കൂടുതൽ നമുക്ക് സാധാരണക്കാരുടെ ബഡ്ജറ്റിലുള്ള ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. അപ്പോൾ ഡീസൽ വേരിയന്റ് വാഹനങ്ങളൊക്കെ ഇതാകുമ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിലൊക്കെ നോക്കുന്നവർക്ക് ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ടിൻസ് ഡ്രൈവിലാണ് കൂടുതലൊക്കെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത്. നസീഹാണ്. നസീഹ്, നമ്മുടെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ? മലപ്പുറം വണ്ടൂര് ചെറുകോട് 28. അപ്പോൾ നമ്മളെ ഡെയിലി അപ്ഡേഷനൊക്കെ വേണ്ടിയിട്ട് ഇവരുടെ പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് എന്നും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാഹനം നോക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു കിഡ്ലം സെൽട്ടോസ് എന്നാണ് തുടങ്ങുന്നത്. വൈറ്റ് ഫിനിഷിങ്ങിൽ ന്യൂ എംബ്ലം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. നസീക, എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡല്, 1.5. ഓക്കെ, 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് ആണ്. അതെ, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ, കീലെസ് എൻട്രി, റിയർ എസിന്റെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനം അല്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. അത് നമുക്ക് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പാലക്കാട് രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടി അല്ലേ. മോഡൽ പറഞ്ഞ 2021 മോഡല്, സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 11,90 കൊടുക്കാം. 11,90 അല്ലേ. അതിൽ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 10.5 ലക്ഷം രൂപ വരെ ഫിനാൻസ്. 10 ലക്ഷം രൂപ നമുക്ക് ഫിനാൻസ് ഉണ്ട്. അടുത്ത ഈ ബ്രസ്സാണ്. അതിന് മുമ്പ് നമുക്ക് ഇതാണോ HSV, അതായത് നല്ല ഹൈബ്രിഡില് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കിഡ്ലൻ മാരുതിന്റെ സെഡാനാണ് സിയാസ്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2017 VDI. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. വീല് മൈലേജും ഉണ്ടാവും. നല്ല മൈലേജ് ഡീസലാണ്. സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, അഡീഷണൽ ആയിട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത ഒരു കിഡ്ലൻ വാഹനമാണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാല് ഇത് നമുക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഡീസൽ തന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1.25 ഫുള്ള് കമ്പനി സർവീസ്. നമുക്ക് സർവീസ് കൺവേർട്ടും ചെയ്തിട്ടുണ്ട്. സ്പോയിലർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത വാഹനം. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 5.5 ലക്ഷം രൂപക്ക് ലാസ്റ്റ് ചെയ്യാം. 5 ലക്ഷം രൂപ. അതിൽ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 5 ലക്ഷം രൂപ വരെ ഫിനാൻസ്. ഒരു 50 രൂപ ഇറക്കാം. മൈലേജ് ഒരു 10-22 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അടുത്ത നമുക്കൊരു മാരുതിന്റെ വാഹനമാണ്. അതായത് കിട്ടുന്നൊരു ബ്രസ്സാണ്, റെഡ് ഫിനിഷിങ്ങിൽ, അതും ഡീസൽ വേരിയന്റ് ആണ്. സോ നമുക്ക് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം വന്നതാണ്. ZD+ ആണ് അല്ലേ. എങ്ങനെയായിരുന്നു മോഡല്? 2017 മോഡല് ZD+ ഫുൾ ഓപ്ഷൻ വാഹനം. ഓക്കെ, സിംഗിൾ ഓണർ, 1.20 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി സർവീസ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ 100% ഗ്യാരണ്ടി പറയാം. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഡീസൽ വേരിയന്റ് ആണ്. അതും സിംഗിൾ ഓൺഷിപ്പിൽ 2018 മോഡലാണ്. അതെ അതെ അതെ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് 7.25 കൊടുക്കാം. 7.25 ചെയ്യാം. ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്കൊരു 6.25 ആ ലെവലിൽ ഫിനാൻസ്. 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത നമുക്കൊരു കിഡ്ലൻ ഹാഷ് ബാക്ക് ആയിട്ടാണ് വന്നിട്ടുണ്ട്. എലൈറ്റ് i20ന്റെ ഒരു ഗ്രേ ഫിനിഷിംഗ് ആണ്. വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ. മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ആസ്തയാണ്. ഏറ്റവും ടോപ്പ് ലോഡാണ്. ഡീസലിൽ ഏകദേശം 6 ഗിയർ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കീലെസ് എൻട്രി, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സ് വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്.
ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് 130 ഫുള്ള് കമ്പനി സർവീസ്. 130 ഫുൾ കമ്പനി സർവീസ് അല്ലേ? അതെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഒരു 18-20 മൈലേജും കിട്ടുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. അതെ. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? 5-10 കൊടുക്കാം. 5-10 അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? ഒരു 4.25 ആ ലെവലിൽ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 10-30 രൂപ 50 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത തവണ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. അത് നമുക്ക് പിന്നെ പെട്രോൾ ഡീസൽ തന്നെയാണ്. സ്പോർട്സിനാണ് ഈ ഒരു മൈലേജ് കാര്യങ്ങൾ, അതേപോലെ സിറ്റിയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി അലോയ്സ് വരുന്നുണ്ട്. റിയറിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. മൈലേജ് പെർഫോമൻസ് എല്ലാം വരുന്ന ഒരു കിടിലൻ ഐറ്റം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 മോഡല്, സെക്കൻഡ് ഓണർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസ്. സർവീസ് എല്ലാം പക്കായിട്ടുള്ള വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 5,10,000 രൂപ കൊടുക്കും. ഇത് 5-10 തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 4.5 രൂപ വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 10 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു പ്രസ് തന്നെയാണ്. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. ഏതായിരുന്നു മോഡൽ വരുന്നത്? ഇത് 2021 മോഡൽ, ബേസിക്സ് വേരിയന്റ് ആണ്. 2021 ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. VXI ഓപ്ഷണൽ ആണ്. സോ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ 2020 സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 7,00,000 രൂപ കൊടുക്കാം. 7,00,000 രൂപ കൊടുക്കാം. 21 മോഡലാണ്, പെട്രോൾ, VXI ഓപ്ഷണൽ ആണ്. എത്ര രൂപയ്ക്കാണ് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു 7,00,000 രൂപ ഫിനാൻസ് കയറും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോ കിലോമീറ്റർ വണ്ടി ഉണ്ടാവും. അടുത്ത നമുക്കൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ചെറിയൊരു ബഡ്ജറ്റ് വാഹനം നോക്കുന്നവർക്ക് പ്രിഫറബിളി നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് സെലേറിയോ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? സെലേറിയോ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മോഡൽ ഏതായിരുന്നു? 2014 മോഡൽ. 2014 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 3.4. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് ഒരു 50,000 രൂപ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്ക് മാരുതിയിലെ ഏറ്റവും നല്ലൊരു കിഡിലൻ SUV ആയിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും നമുക്കൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു SUV ഏതാണെന്ന് ചോദിച്ചാൽ ശരിക്കും മാരുതിയുടെ S-Cross തന്നെയാണ്. ഹൈബ്രിഡ് ഫുൾ ഓൺ കയറ്റി കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാൻ പറ്റൂല. മൈലേജ് ആണെങ്കിലും നല്ല മൈലേജ് കിട്ടുന്ന, അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും ക്രൂസ് കൺട്രോളും സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എല്ലാം വരുന്ന ഒരു കിഡിലൻ ഐറ്റാണ്. അതും വൈറ്റ് ഫിനിഷിംഗിൽ ഫുൾ ഓൺ ചെയ്യാം. സിംഗിൾ ഓണർ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡൽ, സിംഗിൾ ഓണർ ഹൈബ്രിഡ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് ഫുൾ ഓൺ കിട്ടുന്ന വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 6.4 കൊടുക്കാം. 6.4. അതും ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? അടുത്തൊരു 7 സീറ്റർ ആണ്, മാരുതി സുസുക്കി എർട്ടിഗ, ഡീസൽ വണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2013 മോഡല്, ZD ഏറ്റവും ഫുൾ ഓപ്ഷൻ, സെക്കൻഡ് ഓണർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അന്നത്തെ കമ്പനിയിലെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് A to Z സർവീസ് എല്ലാം പക്കയാണ്. എത്ര പേ ചെയ്യാൻ പറ്റും നമുക്ക്? ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. 4,10,000 രൂപ കൊടുക്കാം. 4.10. അപ്പോൾ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. 2013 ഡീസലില് ZD വണ്ടിയാണ്. ഓഫർ പ്രൈസ് ആണ് 4.10. മാക്സിമം ലോണും ചെയ്യാം ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത വീണ്ടും നമുക്കൊരു എലൈറ്റ് 20 തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2016 മോഡൽ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1,00,000 ഫുള്ള് കമ്പനി സർവീസ്. ഓക്കെ. അപ്പോൾ ഡീസലാണ്, ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. 20 ഇപ്പോൾ ലോങ് ഡ്രൈവിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ഡോൾട്ടോണൊക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. മോഡൽ പറഞ്ഞത് 2016 മോഡൽ. എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? സെക്കൻഡ് ഓണർ വണ്ടി, 5,25,000 രൂപ. 5,15,000 രൂപ അല്ലേ? ഏകദേശം ഒരു 10 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്ക് തോന്നുന്നു ഡീസൽ ഏകദേശം 24 വരെ ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന ഒരു കിഡിലൻ സെഡാനാണ് സിറ്റി. ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രീമിയം സെഗ്മെന്റിൽ വരുന്നൊരു വാഹനമാണ്. മൈലേജും ഡിപ്പെൻസ് നോക്കുമ്പോൾ മെയിൻ്റനൻസ് വളരെ കുറവും വരുന്നൊരു വാഹനമാണ്. സോ ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കിഡിലം സിറ്റി. ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡൽ, ആണ്. വീല് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ടയർ കാര്യങ്ങളൊക്കെ പുതിയതുണ്ട്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 2011 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. 4,95,000 രൂപ. 4,95,000 പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ്. അത് മാക്സിമം ഒരു 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. സെക്കൻഡ് ഓണർഷിപ്പ്
2015 മോഡല് 2015 സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. നെക്സ്റ്റ് പോളോയുടെ പെർഫോമൻസും മൈലേജും കിട്ടുന്ന ഒരു കിടിലം ഫോക്സ് വാഗൻ അമിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡീസൽ വേരിയന്റ് ആണ്, കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. നല്ല ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും മൈലേജും കിട്ടുന്ന ഒരു കിടിലം ഐറ്റം. അതിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 2 സൈഡ് എയർ ബാഗ്, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അത്യാവശ്യം ഒരു അപ് ടു 90% വരെ ടയർസ് കാര്യങ്ങളെല്ലാം വരുന്ന സാധനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡല്, 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. എത്ര പേ ചെയ്യാൻ പറ്റും ഇത്? 3,75,000 രൂപക്ക് ചെയ്യാം. 3,75 മാക്സിമം കുറച്ചിട്ടുള്ള ഓഫർ പ്രൈസ് ആണ്. അത് നമുക്ക് മാക്സിമം ട്രാക്കിന് 10 രൂപ വണ്ടി ഇറക്കും. ഫുൾ ഓൺ എടുത്തൂടെ? ഇത് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഡീസൽ വേരിയന്റ്. അടുത്തൊരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു കിഡിലൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ഹുണ്ടായുടെ എലൻട്ര. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2012 മോഡല്, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതെ അതെ. ഇത് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചോദിക്കുന്നത് 4,10,000 രൂപ. 4,10 മാക്സിമം ഒരു ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ. ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാൻ പറ്റും. പ്രീമിയം സെഗ്മെന്റ് ആണ്. ചില കസ്റ്റമറിന് ഫുൾ ഓണും കയറും, നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ. അടുത്ത തവണ അതിന്റെ നേരെ കുഞ്ഞരിജനാണ് വെർണ. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഇത് ഡീസൽ മാനുവൽ ആണ്. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ. ഇതൊരു പ്രീമിയം സെഗ്മെന്റിൽ തന്നെ വരുന്ന ഒരു സെഡാനാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും മൈലേജും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 1,10,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 3,30,000 രൂപക്ക് കൊടുക്കാം. 3,30,000 ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 3 ലക്ഷം രൂപ വരെ ഫിനാൻസും ചെയ്ത് കൊടുക്കാം. 30 രൂപ ഇറക്കം, മൈലേജ് കിട്ടുന്ന ഒരു പ്രീമിയം വണ്ടി. അതെ. അടുത്തൊരു കിലോ ഇനോവയാണ്. അത് നമുക്ക് ടൈപ്പ് 4 ആണ് വരുന്നത്. ബ്രിസ്റ്റോയുടെ ടയേഴ്സ് കാര്യങ്ങളും അഡീഷണൽ സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. അതിനായിരുന്നു മോഡല് കാര്യങ്ങൾ. 2014 മോഡല്, റീ രജിസ്ട്രേഷന് നമ്പർ ആക്കിയ വാഹനമാണ്. ഓക്കെ. വി ഓപ്ഷൻ ആണ്, സെക്കൻഡ് ഓണർ ആണ്. 1,85,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഫുള്ള് കമ്പനി സർവീസ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് മെയിൻ ക്ലാസ് അങ്ങനെ റീപ്ലേസ് ഉണ്ടാകാം. പക്ഷെ ഇത് അതുപോലും ഇല്ല. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 8,60,000 രൂപ കൊടുക്കാം. 8,60,000 ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് ഫിനാൻസ് നമുക്കൊരു 8 ലക്ഷം രൂപ വരെ ഫിനാൻസും ചെയ്തു. 10 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തോടെ ഒന്നുകൂടെ നമുക്കൊരു മെയിൻ്റെനൻസ് കുറവിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഹോണ്ടയുടെ ഒരു BRV ആണ്. സോ നമുക്ക് ലോ മെയിൻ്റെനൻസ് ആണ്, അത്യാവശ്യം നല്ല കംഫർട്ടും ബഡ്ജറ്റ് പ്രൈസിനും ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു BRV ഡീറ്റെയിൽസ്? ഇത് BRV പെട്രോൾ ആണ്, 2017 മോഡല്, സെക്കൻഡ് ഓണർ. വെറും 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6,05,000 രൂപക്ക് കൊടുക്കാം. 6,5 നമുക്ക് ചെയ്യാൻ പറ്റൂല. അതെ. 7 സീറ്റർ ആണ്, പെട്രോൾ ആണ്. സോ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഒരു 15 മൈലേജും പ്രതീക്ഷിക്കാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 5.5 ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസും ചെയ്തു. 5 ലക്ഷം രൂപ നമുക്ക് ഫിനാൻസും ചെയ്യാം. അടുത്ത് വീണ്ടും ഒരു 7 സീറ്റർ ആണ്, മഹീന്ദ്ര SUV 500 സിൽവർ ഫിനിഷിംഗ് ആണ്. W8 ആണ് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് താറിന്റെ എഞ്ചിൻ വരുന്നതാണ് ഈ വാഹനം. ഓക്കെ. അതുപോലെ തന്നെ പെർഫോമൻസും കാര്യങ്ങളും ഫീച്ചേഴ്സും ഉള്ള ഒരു എംഹോക്ക് എഞ്ചിനാണ് വരുന്നത്. എത്ര ചോദിക്കുന്ന ഈ വാഹനം? 5,70,000 രൂപ. 5,75 മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും? അതെ. ഫുൾ കവർ, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, പുതിയ 4 ടയർ ഉണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കിടിലം വാഹനം. നമുക്ക് എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 5 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും. നമുക്ക് വണ്ടി ഇറക്കുന്നുണ്ട്. അടുത്ത തവണ നമുക്ക് മൈലേജ് ഒക്കെ നോക്കുന്ന ഒരു 24 വരെ മൈലേജ് കിട്ടുന്ന നിസാന്റെ സണ്ണി. നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചേഴ്സ് ആണ്. റിയറിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെഡാനാണ്. എങ്ങനെയായിരുന്നു മോഡല്? 2013 മോഡല്, സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓഫർ പ്രൈസ് ഒരു ഡീസൽ സണ്ണിയില്ല. അത്യാവശ്യം നമുക്ക് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. മൈലേജിന്റെ രാജാവാണ്. അടുത്താണ് വീണ്ടും ഒരു 7 സീറ്റർ ആണ്. നേരത്തെ നമ്മൾ എർട്ടിക പരിചയപ്പെട്ടിരുന്നത്, വീണ്ടും നമുക്ക് എർട്ടിക തന്നെയാണ്. എങ്ങനെയായിരുന്നു മോഡല്? 2016 മോഡല്, ഹൈബ്രിഡ് ആണ്. ഓക്കെ. സോ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2016 മോഡല്, VDI ഹൈബ്രിഡ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. പിന്നെ സർവീസ് കാര്യങ്ങൾ ഫുള്ള് കമ്പനി സർവീസ്.
ഉള്ള വാഹനം 5,70,75,000 രൂപ നമ്മൾ ചോദിക്കുന്ന വാഹനമാണ്. ലാസ്റ്റ് 5,60,000 രൂപ കൊടുക്കാം. 5,60,000 അല്ലേ? അതെ. അതിൽ നമുക്കൊരു 19 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. വണ്ടി ഇറക്കും ചെയ്യാം. മൈലേജ് കിട്ടുന്ന ഹൈബ്രിഡ് വണ്ടി കേട്ടോ. അതെ. അടുത്തൊരു ന്യൂ ഫേസിൽ ഒരു കിഡിലൻ ഡുവൽ ടൂണിൽ വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വാഗ്നർ ആണ്. അതെ. ഇത് മാനുവൽ ആണോ അതോ ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2023 ZXA പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡുവൽ ടൂണ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, ഫുള്ള് കമ്പനി സർവീസ്. 6,20,000 രൂപ. 6,20,000 കേട്ടോ. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. കിലോമീറ്റർ പറഞ്ഞത് വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അപ്പോൾ ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 6,20,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത് അല്ലേ? അടുത്തൊരു നമുക്കൊരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു കിഡിലൻ ഹാച്ച് ബാക്ക് ആണ്. ഹുണ്ടായുടെ i10. അത് ഗ്രാൻഡ് i10 ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2015 മോഡൽ. കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്, 1,20,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസ്. ഓക്കെ. ഗ്രാൻഡ് i10 ആട്ടോ. ഡീസൽ വണ്ടിയാണ്. നമുക്ക് റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഡീസൽ ആയതുകൊണ്ട് തന്നെ 24 വരെ മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 2,95,000 രൂപ. 295 മാക്സിമം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ലേ? അടുത്ത് വീണ്ടും ഒരു കിഡ്ലൻ സിറ്റി ആണ്. അതും ബ്ലാക്കില്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2015 ഫുൾ കൺവേർട്ടഡ് ആണ്. വീല് അതുപോലെ തന്നെ ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത വാഹനമാണ്. 5,40,000 രൂപ കൊടുക്കാം വാഹനം. 2015 മോഡല്. 2015 നമുക്ക് ന്യൂ ഫേസിലേക്ക് ഫോർജനിലേക്ക് കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഡിമാൻഡ് ബ്ലാക്ക് ആണ്. 5,40,000 അതെ. അത് നമുക്ക് മാക്സിമം ഫുൾ ഓണും ചെയ്യാം, ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. മൈലേജ് ഡീസൽ 50 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടി കസ്റ്റമറിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അടുത്തൊരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഡീസൽ വണ്ടിയാണ്. 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2012 മോഡല് ZD ഏറ്റവും ഫുൾ ഓപ്ഷൻ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വാഹനം. ഓക്കെ. ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ്. അതാണ് ഹൈലൈറ്റ്. കമ്പനി സർവീസും ഉണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? 3,60,000 രൂപ ചോദിക്കുന്നുണ്ട്. 3.5 ലക്ഷം രൂപക്ക് വാഹനം കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി? 50 രൂപയ്ക്ക്. 50 രൂപ ഉണ്ടെങ്കിൽ ഞാൻ തൊട്ട് മുമ്പത്തെ ജനറേഷൻ ഡിസയർ തന്നെയാണ്. ഇത് ഡീസൽ തന്നെയാണ് വരുന്നത്? ഡീസലാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 1,10,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 2,80,000 രൂപക്ക് വാഹനം കൊടുക്കാം. 2,80,000. ഏകദേശം നമുക്ക് ലോണൊക്കെ ഒരു 2 ലക്ഷം രൂപ വരെ ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇതൊരു സ്വിഫ്റ്റ് ആണ്. മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഏകദേശം ഡെയിലി യൂസിന് പറ്റുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നതിന്? ഇത് 2011 മോഡല്, 12 രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. വീഡിയോക്ക് കൺവേർട്ട് ചെയ്ത വാഹനമാണ്. ഇത് നമ്മളെ വാഹനമല്ല, ഇത് ഇവിടെ എക്സ്ചേഞ്ച് വന്ന വാഹനമാണ്. ഓക്കെ. അപ്പൊ അതേ കണ്ടീഷൻ ആണുള്ളത്. നിലവിലൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് വന്ന അതേ കണ്ടീഷനിൽ ചോദിക്കുന്നുള്ളൂ. എത്ര രൂപ കൊടുക്കാൻ? 2,30,000. 2,30,000 വന്ന അതേ കണ്ടീഷനിൽ ഇട്ടിട്ടുള്ള റേറ്റ് ആണ്. 2,30,000 ഡീസൽ വണ്ടിയാണ്. ഒരു ഓഫർ പ്രൈസ് അല്ലേ? ഒരു 19 രൂപയ്ക്കാണ് വണ്ടി ഇറങ്ങുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്നുണ്ടായിരുന്നത് ടിൻസ് ഡ്രൈവിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് ചെറുകോട് 28 ഊട്ടി റോഡിലാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി അപ്ഡേഷനൊക്കെ വരെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടെ നമ്മളെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ താഴെ നമ്പർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീഡിയോ കാണാം. റിയാസ് NSC സൈനിങ് ഓഫ്.